Good afternoon, all. Good afternoon, ma'am. Okay. Last class, നമ്മൾ ഏതുവരെയാണ് കംപ്ലീറ്റ് ചെയ്തത്? Contract of employment. അത് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ സാമ്പിൾ ഓഫ് ഓഫർ ലെറ്റർ വരെയും ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കി. ദെൻ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റിന്റെ കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ എംപ്ലോയർ എംപ്ലോയിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഈസ് എ ടൈപ്പ് ഓഫ് a contract between employee and employer. എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ടിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഡീറ്റെയിൽസ് ദ റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ്, ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഈ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റില് നമ്മുടെ എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഒബ്ലിഗേഷൻസും ക്ലിയർലി എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. Previously, contract of employment were mostly verbal. പണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബൽ ആയിരുന്നു. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എങ്ങനെയായിരുന്നു? വെർബൽ ആയിരുന്നു. ഇറ്റ് വാസ് ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയർ. വെർബൽ ആകുമ്പോൾ അവർ പറഞ്ഞ വാക്കാണ്, വേണമെങ്കിലും മാറ്റി പറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എംപ്ലോയർക്ക് മാത്രമായിരുന്നു ബെനിഫിഷ്യൽ. അപ്പോ എംപ്ലോയിക്ക് ഇവിടെ പ്രത്യേകിച്ച് റൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. It was beneficial to the employer because employee had no concrete right to their employment and the employer can fire them for any reason. എംപ്ലോയർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു റീസൺ കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഫയർ ചെയ്യാനായിട്ട് പറ്റും. ഇൻ മോഡേൺ ടൈംസ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആർ യൂഷ്വലി റിട്ടേൺ. ഇന്ന് മോഡേൺ ടൈംസിൽ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് യൂഷ്വലി എങ്ങനെയാണ്? റിട്ടേൺ എഗ്രിമെന്റ്സ് ആണ്. എ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടെയ്ൻ സെവറൽ മേജർ കമ്പോണന്റ്സ് which outline the rights and responsibility of both employer and employee. എംപ്ലോയി ആൻഡ് എംപ്ലോയർ. ഇന്ന് ഒരു കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ നമ്മളെ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി ഒക്കെ ക്ലിയർലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എന്തെല്ലാം കണ്ടന്റ്സ് ആണ്? ദേ ആർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. റേറ്റ് ഓഫ് പേ, നമ്മുടെ കോമ്പൻസേഷൻ പാക്കേജ് എങ്ങനെയാണ്? സാലറി, ബേസിക്, ബോണസ്, കമ്മീഷൻ, അതർ പേയ്മെന്റ്സ്, ഡിയർനെസ് അലവൻസോ മറ്റെന്തെങ്കിലും പേയ്മെന്റ്സ് ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ അത് ക്ലിയർലി എവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. റേറ്റ് ഓഫ് പേ, എ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് മസ്റ്റ് ഇൻക്ലൂഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ റിലേറ്റിംഗ് ടു എംപ്ലോയീസ് പേയ്മെന്റ് ആൻഡ് ഓൾസോ ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ പേയ്മെന്റ്. എങ്ങനെയാണ് പേയ്മെന്റിന്റെ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതേപോലെ ആ പേയ്മെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർലി അവിടെ സ്പെസിഫൈ ചെയ്യണം. On the other hand, bonus, commission, and any other payment which an employee receives should also be mentioned in employment contract. ഇത് കൂടാതെ നമുക്ക് ബേസിക് സാലറി അല്ലെങ്കിൽ വേജ് കൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സോ എക്സ്പെൻസോ കമ്മീഷനോ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ ക്ലിയർലി അത് സ്പെസിഫൈ ചെയ്യണം. അവേഴ്സ് ഓഫ് വർക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഒരു വ്യക്തി എത്രയാണ് മിനിമം വർക്കിംഗ് അവേഴ്സ് ഓർ വർക്കിംഗ് അവേഴ്സ് എത്രയാണ് ക്ലിയർലി എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്തിരിക്കണം. 8 hours ആണ് വർക്കിംഗ്, 8 hours എന്നുള്ളത് ക്ലിയർലി എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്തിരിക്കണം. Deciding the minimum hours of work is difficult for both employee and employer. The employer takes guarantee of the workers that the work is available for those working hours. അവരുടെ വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ടൈം ലിമിറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 10 to 5 o'clock ആണെങ്കിൽ 10 to 5 o'clock മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. 9 to 4 o'clock ആണെങ്കിൽ ആ ടൈം 8 o'clock ആ പറഞ്ഞിട്ടുള്ള ടൈം ഗ്യാപ്പിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക് ചെയ്താൽ മതി. An employer will have to pay for the workers for those working hours even if there is no work. നമ്മൾ ആ വർക്കിംഗ് അവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈസ പേ ചെയ്യുന്നത്. ഒരു മിനിറ്റ് കേട്ടോ.
സോറി കേട്ടോ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് വർക്കിംഗ് അവേഴ്സ് ആണ്, അവേഴ്സ് ഓഫ് വർക്ക്. നമ്മൾ മിനിമം എത്ര അവേഴ്സ് ആ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ എന്താണ് എംപ്ലോയർ ഡിസൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈവൻ ഇഫ് നമ്മൾ ആ അവേഴ്സിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ എന്തെങ്കിലും സാഹചര്യം മൂലം ഇപ്പൊ ഒരു ബ്രേക്ക് ഡൗൺ വന്നു, മെഷീനിൽ ബ്രേക്ക് ഡൗൺ വന്നു, പക്ഷെ നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ ആ സമയത്ത് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വേജ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ടൈമിനുള്ളിൽ നമ്മുടെ എംപ്ലോയി ആ ഓർഗനൈസേഷൻ ദിവസം നമ്മൾ ആ വേജ് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേ ചെയ്യേണ്ടതായിട്ട് വരും. Having high number of minimum working hours in a week provide guarantee amount of money to the workers. നമുക്ക് high number of working hours ഉണ്ടെങ്കിൽ നമുക്ക് guarantee amount നമുക്ക് working hours ആയിട്ട് നമുക്ക് കിട്ടും. If the workers fail to perform the work in those hours, നമ്മൾ ആ പറഞ്ഞ ടൈമിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ 8 into 6 ഒരു മേബി 48 അവേഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ, നമ്മൾ വീക്കിലി 48 അവേഴ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് അവർക്ക് സാലറി കൊടുക്കില്ല, കുറവായിരിക്കും. അപ്പൊ അത് ഡിസിപ്ലിനറി ആക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ചില അവർ പറഞ്ഞിട്ടുണ്ടാവും 8 into 6 6 ദിവസം 8 അവർ വീതം വർക്ക് ചെയ്യണം. അപ്പൊ 6 into 8 എന്ന് പറയുമ്പോൾ 48 അവേഴ്സ്. ഒരാള് 48 അവേഴ്സിന് താഴെയാണ് വർക്ക് ചെയ്തിരിക്കണമെങ്കിൽ നമ്മള് അത്രയും കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് കൊടുക്കുള്ളൂ, പേയ്മെന്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ഓർ അവർ വർക്ക് ചെയ്യാത്ത അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസ് അവർക്കെതിരെ എടുക്കും. ഓക്കെ, അതെല്ലാം മെഷീൻ കംപ്ലൈന്റ് അങ്ങനെ എന്തെങ്കിലാണെങ്കിൽ നമ്മൾ അതിന് പേയ്മെന്റ് കൊടുക്കണം. കാരണം അവർ ആ ടൈമിൽ അവൈലബിൾ ആയിരുന്നു, വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിരുന്നു, അവർ റെഡി ആയിരുന്നു. പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണമാണ് വർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കാരി ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ വരുമ്പോൾ ആ ലോസ് ആര് സഫർ ചെയ്യണം, എംപ്ലോയർ തന്നെ സഫർ ചെയ്യേണ്ടി വരും. If the worker fails to perform the work in those hours, then it reduces the flexibility of the workers and may result in some disciplinary action against him. അപ്പൊ നമ്മൾ ആ പറഞ്ഞ വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും. ഇനി ലെങ്ത് ഓഫ് ദ കോൺട്രാക്ട്. സാധാരണയായിട്ട് ലെങ്ത് ഓഫ് ദ കോൺട്രാക്ട് ഇത്ര നാള് നമ്മൾ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ ലെങ്ത് ആ പീരീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏതില എംപ്ലോയ്മെന്റ് കോൺട്രാക്ടില്. പക്ഷെ സാധാരണ ഇപ്പൊ കോമൺലി കണക്റ്റീവ് ഇല്ലാണ് എംപ്ലോയിക്ക് എത്ര നാള് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ അത്രയും നാള് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അത്യധികമാണ്, നമ്മുടെ ഇഷ്ടത്തിനാണ്. എംപ്ലോയറിനെയും എംപ്ലോയിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമാണ് ഇവിടെ നോക്കുന്നത്. ലിമിറ്റഡ് ടൈം ഓഫ് പീരീഡോ അങ്ങനെ എല്ലായിടത്തും ഇല്ല. നോ ഫിക്സഡ് ലിമിറ്റ് ഫോർ എംപ്ലോയ്മെന്റ് ആണ് പറയുന്നത്. Many employment contracts are based on the at-will concept. At-will concept based ചെയ്താണ് ഭൂരിഭാഗം employment contract. It means that there is no fixed time limit for employment. അപ്പോൾ ഇവിടെ ഫിക്സഡ് ടൈം ലിമിറ്റ് ഇല്ല, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫിക്സഡ് ടൈം ലിമിറ്റ് ഇല്ല. It allows both employer and employee to decide the time on which the contract gets terminated. അപ്പൊ എന്നാണ് ഈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ടൈം അവർ എന്ത് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ടെർമിനേറ്റ് ചെയ്യുന്ന ടൈം എംപ്ലോയിക്ക് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയർക്ക് നോട്ടീസ് കൊടുക്കണം, പ്രയർ നോട്ടീസ് കൊടുക്കണം. 1 month പ്രയർ നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് എന്താ ചെയ്യാൻ പറ്റും, എന്താ പറയാ, പിരിഞ്ഞു പോരാനായിട്ട് പറ്റും. ഓൺ അതർ ഹാൻഡ് there are 2 other situations in which the employment contract may apply. ഇനി വേറെ ഈ ലെങ്ത് ഓഫ് ദ കോൺട്രാക്ട് റിലേറ്റഡ് 2 സിറ്റുവേഷൻസ് ഉണ്ട്. എംപ്ലോയി മേ കോൺട്രാക്ട് ഓൺലി ഫോർ ലിമിറ്റഡ് ടൈം പീരീഡ്. എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ വർക്ക് ചെയ്യാനായിരിക്കും എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടാവാം. മേ ബി എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ആ ഒരു പീരീഡ് മാത്രം, ബിൽഡിംഗ് എങ്ങാനും ബിൽഡ് ചെയ്യുന്ന ആ ഒരു പീരീഡ് മാത്രമാണെങ്കിൽ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺട്രാക്ട് എന്തായി പോകും, ലാപ്സ് ആയിട്ട് പോകും. This is common in project-derived jobs. Project-related ആയിട്ടുള്ള ജോബുകളാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. Sometimes employees are hired for a long duration, such as for a period of 2 years or for more years. സാധാരണയായിട്ട് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, നമ്മള് ലോങ് പീരീഡിലേക്ക് ഹയർ ചെയ്യാറുണ്ട്. മേ ബി 2 or more years അവർ പറഞ്ഞിട്ടുണ്ടാവും എംപ്ലോയ്മെന്റ് കോൺട്രാക്ടില്. ഇതാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്, 2 years ഇവിടെ വർക്ക് ചെയ്യണം. അന്തർഗതമായിട്ട് ഈ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല, ക്വിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാത്ത പക്ഷം ഞങ്ങൾ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കും. If the employee opts
to resign the job even though he is in contract, then it may subject to some civil law action against the employee. ഇനി അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ട്, പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സൈൻ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, നമ്മളുടെ ഇഷ്ടത്തിന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മൾ സിവിൽ ലോ ഞാൻ പറഞ്ഞില്ല, അവർക്ക് നമ്മൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി അവർക്ക് എന്ത് ചെയ്തു, സൈൻ ചെയ്ത് കൊടുത്തു, ഞാൻ ഇങ്ങനെ വർക്ക് ഒരു 2 years ഇവിടെ തന്നെ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. ബട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാനോ പെർഫോം ചെയ്യാനോ പറ്റിയില്ല. നമ്മൾ ആ ജോബ് ക്വിറ്റ് ചെയ്തോ, റിസൈൻ ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കെതിരെ സിവിൽ കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ കമ്പൽസറി ആയിട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, നമ്മൾ 2 വർഷം ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സൈൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ജോബ് വേണ്ട എന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ചെറിയ ഓർഗനൈസേഷൻസിലുണ്ട്. എന്നാലും ഭൂരിഭാഗം ഓർഗനൈസേഷനും അക്രിൽ കൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് അവിടെ ജോയിൻ ചെയ്യാം, നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്യാം. ഫ്രീ എന്ത് നമുക്ക് 2 പേർക്ക്, എംപ്ലോയർക്കും അതെ എംപ്ലോയിക്കും അതെ, എപ്പോൾ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം കോൺട്രാക്ട് എപ്പോൾ ടെർമിനേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഹോളിഡേ ആൻഡ് സിക്ക് ലീവ് കേട്ടോ. ഹോളിഡേ ലീവ് ഉണ്ട്, sick leave ഉണ്ട്. നോക്കാം. The contract of employment also specified company's holidays and sick leave policy. കമ്പനിയുടെ ഹോളിഡേ ഉണ്ടല്ലോ, പബ്ലിക് ഹോളിഡേസ് കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ സിക്ക് ലീവ് പോളിസി കറക്റ്റ് ആയിട്ട് പറയും. പെയ്ഡ് ഹോളിഡേസും പറയും. സിക്ക് ലീവ് ഓഫ് ദ എംപ്ലോയീസ് ആർ ഡിപ്പെൻഡ് ഓൺ ദ ലൊക്കേഷൻ വെദർ ദ എംപ്ലോയീസ് ലീവ്സ്. എംപ്ലോയി എവിടെയാണ് താമസിക്കുന്നത് അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലൊക്കേഷൻ നമ്മൾ സിക്ക് ലീവ് നോക്കുന്നത്. The employer is free to increase employees' leave. Okay, employer is free to increase employees' leaves. The employer can do this if he wants. എംപ്ലോയർക്ക് ആ ലീവ് വേണമെങ്കിൽ നമുക്ക് അലോ ചെയ്യാനൊക്കെ പറ്റും, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും, ലീവ് കൂട്ടി കൊടുക്കാനൊക്കെ പറ്റും. നമ്മൾ മേ ബി എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസോ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാണെങ്കിൽ എംപ്ലോയർക്ക് തന്നെ ലീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. The procedure for requesting holiday and sick leave should also mention in employment contract. എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് സിക്ക് ലീവിന് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഹോളിഡേ ലീവ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിയത് ഹോളിഡേ ആൻഡ് സിക്ക് ലീവ് ആണ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ ഹോളിഡേ ലീവ്സും സിക്ക് ലീവ് പോളിസീസും കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി പെയ്ഡ് ഹോളിഡേസ് എത്രയുണ്ട്, സിക്ക് ലീവിന്റെ കേസിൽ എങ്ങനെയാണ് എംപ്ലോയീസ് സിക്ക് ലീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറയും. ഒരു എന്താണ് 2 പെയ്ഡ് ലീവ് ഉണ്ട് അങ്ങനെയൊക്കെ പറയും. പെയ്ഡ് ലീവ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മന്ത്ലി 2 ലീവ് എടുക്കാം, നമ്മുടെ സാലറി കട്ടാവില്ല. അതിൽ കൂടുതൽ നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാലറിയിൽ എന്ത് ചെയ്യും, അത് അവര് എന്ത് ചെയ്യും, ആ ഒരു വൈകിട്ട് അന്നത്തെ ദിവസത്തെ സാലറി അവർ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണയായിട്ട് ലീവ് വരുന്നത്. ഇനി നമുക്ക് ആ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോ നമുക്ക് ആദ്യം പെയ്ഡ് ലീവ് അല്ലെങ്കിൽ സിക്ക് ലീവ് ആകെ 2 ഉള്ളൂ, അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയറിന്റെ അടുത്ത് പറയും. എംപ്ലോയർക്ക് മാത്രമാണ് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ആണ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. എംപ്ലോയ്മെന്റിന്റെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസലേഷൻ ഓഫ് എംപ്ലോയ്മെന്റിനെ തന്നെയാണ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഷുഡ് ഓൾസോ ബി ഡീറ്റെയിൽഡ് ഇൻ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. നമ്മൾ എംപ്ലോയ്മെന്റ് ടെർമിനേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. The contract must include information about how to terminate the employment. അപ്പൊ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം, എങ്ങനെയാണ് നമ്മൾ ആ കോൺട്രാക്ട് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. This rule will tell the employee how much notice an employee should give to his employer as well as some other factors such as. അപ്പൊ കറക്റ്റ് ആയിട്ട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞില്ലേ, ടെർമിനേഷന് മുമ്പായിട്ട് എംപ്ലോയി ആണ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി എന്ത് ചെയ്യണം, എംപ്ലോയറുടെ നോട്ടീസ് ഓഫ് ടെർമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക റെസിഗ്നേഷൻ അല്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് റെസിഗ്നേഷൻ കൊടുക്കണം. ഇതിനെതിരെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ കമ്പനീസിലും നമുക്ക്
അസൈൻമെന്റ് ലെറ്റർ കൊടുത്തപ്പോൾ തന്നെ ടെർമിനേറ്റ് ആവില്ല. മേ ബി ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈം പീരീഡ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം മാത്രമേ നമുക്ക് ആ കമ്പനിയിൽ തിരിയാൻ നമുക്ക് ടെർമിനേഷൻ അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. Many organizations will get the employee to sign a document which restricts the employee to work with the competitors immediately after leaving the job. സാധാരണ കേസുകളിൽ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കാറുള്ള ഡോക്യുമെന്റ് എന്താണ്, കമ്പനി അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയി മറ്റ് കോമ്പറ്റീറ്റേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, നമ്മൾ ട്രേഡ് സീക്രട്സ് അവരോട് പോയി പറയാനുള്ള ചാൻസ് ഉണ്ട്, ആ കമ്പനിയായിട്ട് ഷെയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു എഗ്രിമെന്റ് വാങ്ങിക്കും, ഇതേ രീതിയിലുള്ള ജോബ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. മോസ്റ്റ്ലി കോമൺ ആയിട്ട് മിക്ക കമ്പനീസും ചെയ്യാറുണ്ട്. അവർ ട്രേഡ് പോളിസി ഒക്കെ മറ്റ് കമ്പനീസ് ആയിട്ടൊന്നും ഷെയർ ചെയ്യില്ല എന്ന് അവർ സൈൻ ചെയ്ത് വാങ്ങിക്കും. ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ലീഗലായിട്ട് അത് മൂവ് ചെയ്യും. Many organizations will get employee to sign a document which restricts employee to work with any competitors immediately after leaving the job. ആ ജോബിന് ശേഷം പെട്ടെന്ന് തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ കമ്പനികളൊന്നും ജോബ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്, നമ്മൾ ട്രേഡ് സീക്രട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് അവർ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കും. This helps to protect the trade secret of the company. ഇത് എന്തിന് കാരണമാകുന്നു, നമ്മുടെ ട്രേഡ് സീക്രട്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കാരണമാകും. നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ പ്രോസസ്സിന്റെ ഇവാലുവേഷൻ ജസ്റ്റ് ആ ഒരു 2 പാരഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. ബാക്കി വരുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആണ്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്. The main aim of the selection procedure is to select among number of applicants the best candidate for giving job opening. നമുക്ക് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ഒത്തിരി നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ ആ ജോബിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. This process is successful only when the selected employee give the best to their job. അപ്പോൾ മാത്രമാണ് സെലക്ഷൻ പ്രോസസ് സക്സസ് ആവുന്നത്. നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോഴാണോ സെലക്ഷൻ പ്രോസസിന്റെ സക്സസ്? അങ്ങനെയല്ല. നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോഴല്ല, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആ ജോബ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസിന്റെ സക്സസ്. This process is successful only when the selected employee give their best to their job. അവർ ആ ജോബിലേക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കാണിക്കുമ്പോഴാണ് സെലക്ഷൻ പ്രോസസ് സക്സസ് ആവുന്നത്. വർക്ക് സിൻസിയർലി ടു അച്ചീവ് ദർ ഗോൾ. അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സിൻസിയർലി സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാവുന്നത്, സക്സസ് ആവുന്നത്. The effectiveness of selection process should be assigned from time to time. നമ്മൾ സെലക്ഷൻ പ്രോസസിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ടൈം ടു ടൈം എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണോ, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആ ഒരു കറക്റ്റ്നെസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Then at bench recommend that selection procedure should be audited regularly to measure its efficiency. സെലക്ഷൻ പ്രോസസ് നല്ല രീതിയിൽ റെഗുലർലി എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ എഫക്റ്റീവ്നെസ് കറക്റ്റ്നെസ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. The below mentioned questions നെക്സ്റ്റ് ആണ്. ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ പോകുന്നത്. നമുക്ക് എക്സാമിലോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിലോ ഒന്നും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഇല്ല. എന്നാലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. The below mentioned questions can be give broad and comprehensive guidelines for the assessment of selection program. ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സെലക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അനലൈസ് ഓഫ് പ്രോഗ്രാം ആണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ആ പ്രോഗ്രാം അനലൈസ് ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി പ്രാക്ടീസ് ആർ ഇൻ ദ ലൈൻ വിച്ച് സെലക്ഷൻ പ്രോഗ്രാം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് തിയറി പ്രാക്ടീസ് ഒക്കെ നോക്കിയിട്ടാണോ നമ്മൾ സെലക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അല്ലയോ എന്ന് നമ്മൾ നോക്കണം. whether the policy of selection are clearly stated and proper process is created. കുറച്ച് സ്പീഡ് കുറച്ച് പറയാമോന്നേ? ഓക്കെ സോറി, സ്പീഡ് ആയോ? അത് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. സോറി കേട്ടോ. ജസ്റ്റ് എന്താണ് അനലൈസ് ഓഫ് പ്രോഗ്രാമിൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ തിയറീസും പ്രാക്ടീസും നമ്മൾ ഫോളോ ചെയ്തിട്ടാണോ സെലക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അല്ലയോ ഫസ്റ്റ്. ഇനി സെലക്ഷൻ പോളിസീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട്
സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മുടെ സെലക്ഷന്റെ പോളിസിക്സ് ഉണ്ടല്ലോ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. പിന്നെ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ആൻഡ് പബ്ലിക് പോളിസീസ് അറ്റ് പാർ വിച്ച് ഈച്ച് അതേഴ്സ് ഓർ നോട്ട്. നമ്മള് തൊഴിലും പൊതുനയങ്ങളും തമ്മിൽ എന്താണ് പരസ്പരം ആ ഒരു ബന്ധം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇനി മറ്റ് ബെനിഫിറ്റ്സ്, വേജ്, എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയി. നമ്മൾ വേജ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എംപ്ലോയീസിന് മറ്റ് എന്തെങ്കിലും എക്സ്പെൻസ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. എംപ്ലോയീസിന് ഈ ജോലി ചെയ്യാനായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ഗുഡ് ഓർഗനൈസേഷൻ എനഫ് ടു അട്രാക്ട് ആൻഡ് സസ്റ്റെയിൻ ഗുഡ് എംപ്ലോയീസ്. അപ്പൊ സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നല്ല ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന നല്ല എംപ്ലോയീസിനെ, ഗുഡ് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനും നമ്മൾ നിലനിർത്താനും നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്താനും നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. ഇനി ഞാൻ റീഡ് ചെയ്യട്ടെ. ഫസ്റ്റ് പറയുന്നത് അനലൈസ് ഓഫ് പ്രോഗ്രാം ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിയറി ഓർ പ്രാക്ടീസ് ആർ ഇൻ ലൈൻ വിത്ത് സെലക്ഷൻ പ്രോഗ്രാം ഓർ നോട്ട്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് തിയറിയും പ്രാക്ടീസും കറക്റ്റ് ആയിട്ട് ലൈനിൽ ഫോളോ ചെയ്തിട്ടാണോ ഈ ഒരു സെലക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അല്ലയോ എന്ന് നോക്കും. വെദർ ദ പോളിസി ഓഫ് സെലക്ഷൻ ആർ ക്ലിയർലി സ്റ്റേറ്റഡ്. നമ്മൾ ആ പോളിസി ഓഫ് സെലക്ഷൻ എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ളത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടോ, അതിന് പ്രോപ്പർ പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണോ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തോ ഇല്ലയോ. ആർ ദ എംപ്ലോയ്മെന്റ് ആൻഡ് പബ്ലിക് പോളിസീസ് നമ്മൾ എംപ്ലോയ്മെന്റും പബ്ലിക് പോളിസിക്ക് ഓപ്പോസിറ്റ് അല്ല, ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ നമ്മള് എംപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. പബ്ലിക്കിന് മറ്റു ദോഷങ്ങളൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ ആർ ദ വേജ് ലെവൽ, എംപ്ലോയി ബെനിഫിറ്റ്സ്, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കറക്റ്റ് ആയിട്ട് വേജ് പറഞ്ഞിട്ടുണ്ടോ, അവർക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഇനി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ അടുത്ത് പോയി നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു ജോബ് ചെയ്യുന്നതിൽ, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ നല്ല എംപ്ലോയീസിനെ, നമ്മൾ ഗുഡ് എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സസ്റ്റെയിൻ ചെയ്യാനും അട്രാക്ട് ചെയ്യാനും. നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിൽ പോവരുത്. കാരണം അവരാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ മോറൽ, ഹ്യൂമൻ റിസോഴ്സ് ആണ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ ഇവര് നമ്മളുടെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മളുടെ ഓർഗനൈസേഷൻ ആണ്. അപ്പോ അനലൈസ് ഓഫ് പ്രോഗ്രാം ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. അവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയുന്നത്, നിങ്ങളൊന്ന് നോക്കട്ടോ. Are the program and procedure properly communicate to all those people who are concerned and influenced by them? അപ്പൊ നമ്മള് ഓർഗനൈസേഷനില് ഈ പ്രോഗ്രാമും പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരൊക്കെയാണ് ഈ ഓണറും മറ്റ എംപ്ലോയീസ് ഒക്കെ ഉണ്ടല്ലോ, അവരോട് കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് നമ്മൾ ഇന്ന പ്രോഗ്രാംസിലൂടെയാണ് നമ്മൾ ഒരു സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് അവരോട് ഇൻഫോം ചെയ്യണം. ഇനി നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റേഷൻ വെച്ചാൽ എന്താണ്, നടപ്പിലാക്കണം. ഹൗ എഫക്റ്റീവ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാം എങ്ങനെ എഫക്റ്റീവ് ആണോ, കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ആർ ദ പീപ്പിൾ എക്സിക്യൂട്ടിംഗ് ദ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം പ്രോപ്പർലി ട്രെയിൻഡ് ടു ഡു സോ. നമ്മൾ ആ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് സെലക്ട് ചെയ്ത എംപ്ലോയി ആ ഒരു ജോബ് ചെയ്യാൻ പ്രോപ്പർലി ട്രെയിൻഡ് ആണോ. ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ പ്രോഗ്രാം അറ്റ് പാർ വിത്ത് സെറ്റ് ടാർഗറ്റ്. നമ്മള് ഒരു എംപ്ലോയി സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്യും. അവര് കറക്റ്റ് ആക്ച്വൽ അതേപോലെ തന്നെയാണോ, ആക്ച്വൽ നമ്മള് സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണോ ആക്ച്വൽ പെർഫോമൻസ് എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ആർ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ആൻഡ് യൂസ്. ഇനി മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് എന്തൊക്കെ, സെലക്ഷൻ പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷനിൽ പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അനലൈസ് പ്രോഗ്രാം, പ്രൊസീജിയറും പ്രോഗ്രാംസും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ ഈ 3 പോയിന്റ്? അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഫീഡ്ബാക്ക് എടുക്കണം. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. What kind of the company's image develop in the eyes of the placement officers of university? നമ്മുടെ കമ്പനിയുടെ ഇമേജ് എങ്ങനെയാണ്,
എന്ന് വെച്ചാൽ പല യൂണിവേഴ്സിറ്റി, കോളേജ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് ഒക്കെ ഉണ്ടാവും. അവരിലൊക്കെ നമ്മളുടെ ഓർഗനൈസേഷനിൽ പ്ലേസ്മെന്റ് എങ്ങനെയാണ്, അത് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവുന്ന വ്യക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല സാലറി പാക്കേജിലൊക്കെ നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരില് ഈ പറഞ്ഞ ഏജൻസീസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനൊക്കെ നമ്മളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ആ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ലൈഫ് തന്നെ സെറ്റിൽ ആണ് എന്ന് നമ്മൾ പറയും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ, ടാറ്റ. ഓക്കെ, ടാറ്റയുടെ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ലൈഫ് സെറ്റിൽ ആണെന്ന് നമ്മൾ പറയില്ല. ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുന്നതിന് തുല്യമാണ് ടാറ്റ മോട്ടോഴ്സിനോ എവിടെ ടാറ്റയുടെ കീഴിലുള്ള ഏതൊരു സ്ഥാപനത്തിലും ജോലി കിട്ടുന്നത് നമ്മൾ പറയില്ലേ. അത് കേരളത്തിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണ്, നമ്മളിപ്പോ കേരളത്തില് ഗവൺമെന്റ് ജോലി കിട്ടുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഗുജറാത്ത് ആവട്ടെ, അവിടങ്ങളിലൊക്കെ ടാറ്റയുടെ കമ്പനിയിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ വെച്ചാൽ ആ ഒരു ഈ കമ്പനിയുടെ ഇമേജ് ആണ്. അവിടെ കമ്പനിയുടെ ഇമേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗുഡ്വിൽ ഉണ്ട്, ആ ഒരു കമ്പനിയോടുള്ള ഗുഡ്വിൽ. അപ്പൊ ഇവർക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യമായിരിക്കും, കാരണം ലൈഫ് തന്നെ സെറ്റിൽഡ് ആണ് ആ ഒരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ. നമുക്ക് വേണ്ട വെൽഫെയറും എംപ്ലോയീസ് ബെനിഫിറ്റ്സും കുട്ടികളുടെ എഡ്യൂക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കമ്പനി എടുത്തു പറഞ്ഞത്. What kind of the company's image is developed in the eyes of the placement officers of the university, college, public and private employment agency regarding the methodology used by the company? ഏത് മെത്തഡോളജി ആണ് യൂസ് ചെയ്യുന്നത് for executing its recruitment program? അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് ആണ് അവര് ഫോളോ ചെയ്യുന്നതെന്ന് ആരെല്ലാം നോക്കുന്നുണ്ട്? യൂണിവേഴ്സിറ്റീസ് നോക്കുന്നുണ്ട്, കോളേജ് നോക്കുന്നുണ്ട്, പബ്ലിക്കും പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് പോളിസീസ് എങ്ങനെയാണെന്നുള്ളത്. Has a research been conducted on currently hired employees? നമ്മൾ currently hire ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ റിസർച്ച് കണ്ടക്ട് ചെയ്യാം. The applicant discard in order to find the treatment given to them by the company during the selection procedure. ഞാൻ പറഞ്ഞില്ലേ, നല്ല പൊളൈറ്റ് ആയിട്ട് വേണം നമ്മൾ സെലക്ഷൻ ടൈമിൽ എംപ്ലോയീസിനോട് ട്രീറ്റ് ചെയ്യാൻ. ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പൊളൈറ്റ് ആയിട്ട് വേണം, നല്ല അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞില്ലേ. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. റീസെന്റ് ഹയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ അടുത്ത് ഫീഡ്ബാക്ക് ഇത് കളക്ട് ചെയ്യും. കാരണം എന്താണ്, നിങ്ങൾ ആ കമ്പനിയിലെ ഇന്റർവ്യൂ സെലക്ഷൻ പ്രൊസീജിയർ തൃപ്തികരമാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതെന്ത് ചെയ്യും, അവർ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. What is the number of candidates who have refused to join the organization? ഇനി എത്ര കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യില്ല എന്ന് റിഫ്യൂസ് ചെയ്തു, റിജക്ട് ചെയ്തു, അവർക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കും. ഡ്യൂ ടു പുവർ വർക്കിംഗ് എൻവയോൺമെന്റ്, ലോ സാലറി പാക്കേജ് ഓർ പുവർ ഇമേജ്. മേ ബി പുവർ വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്തതിന് സാലറി കുറവായിരിക്കാം, ഈ പബ്ലിക് ഇമേജ് കുറഞ്ഞത് കൊണ്ടും മേ ബി ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ റീസൺസ് കാരണം എന്താണ്, കമ്പനി നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റ് ഇന്റർവ്യൂവിന്റെ കാര്യം നിങ്ങളോടല്ലേ പറഞ്ഞത്, നമ്മൾ ഓർഗനൈസേഷനിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ എക്സിസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന നമ്മൾ എപ്പോഴും പഠിച്ചിട്ടില്ലേ എക്സിസ്റ്റ് ഇന്റർവ്യൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഓർഗനൈസേഷനിൽ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാത്തത് എന്ന് നമ്മൾ അവരോട് കാൻഡിഡേറ്റ്സിനോട് തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ലാസ്റ്റത്തിലാണ് അനലൈസിസ് ഓഫ് റിസൾട്ട്. What are the performance level of the new candidates? നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിന്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയീസ് ഓക്കെ ആണോ, അത് പെർഫോമൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കും. വാട്ട് ആർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ന്യൂ റിക്രൂട്ട്? നമ്മൾ ന്യൂ റിക്രൂട്ട് ചെയ്ത വ്യക്തിയുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയുണ്ട്? ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിൽ ഹൗ മെനി വർ റിക്രൂട്ടഡ്? എത്ര പേര് നമ്മൾ റിക്രൂട്ട് ചെയ്തു? മേ ബി ഒരു 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു 3-4 പേരായിരിക്കും റിക്രൂട്ട് ചെയ്തത്. അപ്പൊ അത് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ എത്ര പേരെ റിക്രൂട്ട് ചെയ്തു? ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിക്രൂട്ടഡ് ഹൗ മെനി വർ ഏബിൾ ടു കംപ്ലീറ്റ് പ്രൊബേഷൻ പീരിയഡ് സക്സസ്ഫുള്ളി? നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിൽ എത്ര പേർക്ക് പ്രൊബേഷൻ പീരിയഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് ആപ്ലിക്കൻസ് who resigned because what was communicated to them during the interview do not match with the extra job condition? അപ്പോ
നമ്മൾ സാധാരണ ജോബിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ എംപ്ലോയറിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ സമയത്ത് എന്താണ് കുറച്ച് നല്ല രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മോശം ഒരു സാഹചര്യമാണ് ആപ്ലിക്കന്റിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർ എന്താണ് ഓട്ടോമാറ്റിക്കലി റിസൈൻ ചെയ്യും. അങ്ങനെ ആരെങ്കിലും റിസൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ? നമുക്ക് ഇൻഅപ്രോപ്രിയേറ്റ് സെലക്ഷൻ കാരണം നഷ്ടം അല്ലെങ്കിൽ ടേൺ ഓവറിൽ പ്രോഫിറ്റിൽ എന്തെങ്കിലും ലോസ് ഇത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. What is the contribution of selection methods used such as test, interview, medical examination, etc. to overall selection program? നമ്മൾ സെലക്ഷൻ മെത്തേഡ് കണ്ടക്ട് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റുകൾ, സെലക്ഷൻ ടെസ്റ്റുകൾ എന്തൊക്കെ കണ്ടക്ട് ചെയ്തു, പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തോ, മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തോ? ഈ സെലക്ഷൻ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ എന്തെല്ലാം മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യണം. Did the forecast done by the selection tool prove true? സെലക്ഷൻ ടൂൾ വെച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് പ്രെഡിക്ട് ചെയ്ത കാര്യം കറക്റ്റ് ആയിരുന്നോ? അപ്പൊ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ആർ ദ സെലക്ഷൻ ഡിവൈസ് യൂസ്ഡ് വാലിഡേറ്റഡ് പ്രോപ്പർലി? മേ ബി ചില കേസുകളിൽ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ തിയറിറ്റിക്കൽ നോളജ് നന്നായിട്ടുണ്ടാവും, പക്ഷെ പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്താണ്, അത് ഇൻവേഴ്സ്ലി അഫക്ട് ചെയ്തു നമ്മുടെ സ്ഥാപനത്തെ. സെലക്ഷൻ ഡിവൈസും നമ്മള് ആ ഒരു എംപ്ലോയിന്റെ പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസും കൂടി നമ്മൾ നോക്കിയിട്ട് വാലിഡേറ്റ് ചെയ്യും. കറക്റ്റ് ആയിട്ടാണോ നമ്മൾ സെലക്ട് ചെയ്തത്, പ്രോപ്പർ ആയിട്ട് തന്നെയാണോ നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്തതെന്ന് ഇവാലുവേറ്റ് ചെയ്യും. ആണ് അനലൈസ് ഓഫ് റിസൾട്ടിൽ വരുന്നത്. ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്, എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. അതൊന്ന് റീഡ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഒന്ന് സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഇത് എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സുകൾ, ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കിയാൽ മതി കേട്ടോ. വേഗം ഒന്ന് റീഡ് ചെയ്യണോട്ടെ എല്ലാവരും.
എല്ലാവരും റീഡ് ചെയ്തോ? ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് അല്ല, ലാസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഫീഡ്ബാക്കും കാര്യങ്ങളും അത് നിങ്ങൾ റീഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആ ഒരു ടോപ്പിക് അത് വേണ്ടായിരുന്നു. നമ്മുടെ സിലബസിലുള്ളതുകൊണ്ട് ഞാൻ കവർ ചെയ്തതാണ്, ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, സെലക്ഷന്റെ ബാരിയേഴ്സ്. സെലക്ഷനും അതിൻ്റെതായ എന്തുണ്ട്, ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തെല്ലാമാണ് സെലക്ഷന്റെ ബാരിയേഴ്സ് നോക്കാം. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് സെലക്ഷൻ ആസ് ഫോളോസ്. എന്തെല്ലാമാണ് ബാരിയേഴ്സ് ആയിട്ടുള്ളത്? ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ബാരിയേഴ്സ് ടു സെലക്ഷൻ എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച്. The variety of selection approach and test represent that there is no one perfect way to choose the manager. Okay. നമുക്ക് ഒരുപാട് സെലക്ഷൻ അപ്രോച്ചുകളുണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വേ ഇല്ല സെലക്ഷൻ. അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ, ചൂസ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേ, നോ വൺ പെർഫെക്റ്റ് വേ ഫോർ ചൂസിങ് എ മാനേജറിനെ സെലക്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള വേ ഇല്ല എന്ന് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. ചേഞ്ചിങ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്. നമുക്കറിയാം ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് എന്താ പറയാ, നമ്മൾ കോളേജിലും പഠിച്ചിറങ്ങുമ്പോ ആ ഒരു സബ്ജക്റ്റിന് വാലിഡിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ മേ ബി അപ്ഡേറ്റഡ് ആയി പോകും. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പറായിട്ട് പഠിക്കാനായിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പി ജിയിലേക്ക് ചെന്നപ്പോ ഇൻകം ടാക്സ് ആണ് ഞാൻ കവർ ചെയ്തത്, വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു. പക്ഷെ പി ജിയിലേക്ക് വന്നപ്പോ വാല്യൂ ആഡഡ് ടാക്സ് പോയി. ദെൻ വന്നിട്ട് എന്താണ്, GST ആണ്. അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ചേഞ്ച് ആണ്, ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് പീരീഡ് ഓഫ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോ the organization environment has the tendency to change with the period of time. നമ്മുടെ ആ പീരീഡ് ഓഫ് ടൈം അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. The organization environment is also influenced by designated personnel. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണേഴ്സ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എവ്രിവൺ ഹാസ് ഇറ്റ്സ് അൺകിൻ വർക്കിംഗ് സ്റ്റൈൽ ആൻഡ് ആസ് ദ റിസൾട്ട്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്, അതിൻ്റെതായ റിസൾട്ട് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. They introduce different managerial value style as and when they come into power. അവർ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ കൊടുക്കുന്ന മാനേജറിയൽ വാല്യൂസും ആ ഒരു വ്യക്തി ചെയ്യുന്ന സ്റ്റൈലും. മേ ബി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു എന്താ പറയാ, ഞാൻ പറയാം, ഒരു രണ്ട് മാനേജേഴ്സിന് എടുത്തു. ഒരാള് ഇപ്പൊ MBA കഴിഞ്ഞു, ഫ്രഷറാണ്. മറ്റൊരാള് എന്താണ് MBA ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ പഴയ BCom ആണ്. ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മാനേജ്മെന്റ് ഫീൽഡില്, മറ്റു ഫീൽഡിലൊക്കെ ആയിട്ട് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ രണ്ടുപേരും ചെയ്യുന്ന രീതികൾ, വർക്ക് ചെയ്യുന്ന രീതികൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പുതിയതായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഫ്രഷറിനെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് വഴി ഫോളോ ചെയ്തായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം. ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അത് കറക്റ്റ് ആയിട്ട് എങ്ങനെ അത് വരും എന്ന് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ഇതിന്റെ എക്കണോമിയും അതേപോലെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് വരുന്ന എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് പറ്റും. ഇതിൽ ഏത് മാനേജ് ചെയ്യുമ്പോഴാണ് ഓർഗനൈസേഷൻ സക്സസിലേക്ക് എത്താം നിങ്ങളുടെ അഭിപ്രായത്തില്? ഇപ്പോ ഫ്രഷർ ആയിട്ടുള്ള ഒരു വ്യക്തി മാനേജ് ചെയ്യുമ്പോഴാണോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി മാനേജ് ചെയ്യുമ്പോഴായിരിക്കും? രണ്ടുപേരും സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. എന്നാലും പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി മാനേജ് ചെയ്യുമ്പോഴായിരിക്കും. അദ്ദേഹത്തിന് അധികം ടൈമോ എഫോർട്ടോ ഒന്നും ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. Thus, the techniques and instruments used for selection purpose are not a definite way to forecast what people will do. നമുക്ക് കറക്റ്റ് ആയിട്ട് ടെക്നിക്സും ഒന്നും പറയാൻ പറ്റില്ല, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. സെലക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആ ഒരു വ്യക്തി കറക്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, ഓർ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും മോശമായിട്ട് ലോ ആയിട്ടായിരിക്കും പെർഫോം ചെയ്യണം. ഈവൻ ഇഫ് ദേ ഹാവ് ദ കാപ്പബിലിറ്റി ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പൊ അവർക്കത്
നമ്മൾ അസൈൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് പോലും നമുക്ക് ആ സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കണമെന്നില്ല. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ നോളജ് ചിലപ്പോ എന്താ പറയാ സെലക്ഷൻ ടെസ്റ്റിലും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് അദ്ദേഹത്തിന് എന്താണ് പ്രാക്ടിക്കൽ നോളജ് കുറവാണെന്ന് നമ്മൾ ആ ഒരു എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും മനസ്സിലാവുന്നത്. അതേപോലെ ചേഞ്ചിങ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ആണ് ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ. ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ ഒരു ടെൻഡൻസി ഉണ്ട്. എന്താണ് ഒരു പീരീഡ് ടൈം ടു ടൈം പീരീഡ് എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പുറത്ത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ കാരണം തന്നെ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ എന്താണ് ഈ ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ്, മാനേജേഴ്സ്, ആ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാനേജറിന്റെ സ്റ്റൈൽ ഓഫ് വർക്ക് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ, മേ ബി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊരു സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റോ ടെക്നിക്കോ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അവരെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യും, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. നമുക്കറിയാം സെലക്ഷൻ എന്ന് പറഞ്ഞാല് ടൈംലി പ്രോസസ് ആണ്. നമുക്ക് ഒരുപാട് ചെലവുകൾ വരും. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കില്ല, ജോബിനുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് മുതൽ ആ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ജോബിലേക്ക് കൺഫർമേഷൻ ലെറ്റർ, ഓഫർ ലെറ്റർ കൊടുക്കുന്നത് വരെ നമുക്ക് ഒരുപാട് എന്ത് വരുന്നുണ്ട്, ചെലവുകൾ വരുന്നുണ്ട്. എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കമ്പനിക്ക് എക്സ്ട്രാ വരുന്ന എന്താണ് ചെലവാണ്. ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ് ആണ് ഇത് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് സെലക്ഷൻ ആവട്ടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആവട്ടെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് എന്താണ്, ടൈം ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് വൈൽ ടേക്കിംഗ് ഹയർ HR ഡിസിഷൻ. ഹ്യൂമൻ റിസോഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റും ടൈമും വേണ്ടത്. കാരണം പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ബാഡ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് വ്യക്തിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാൻ നോക്കണം. ഇത് ബിക്കം നെസസറി ടു റെക്കഗ്നൈസ് ദീസ് എലമെന്റ് സച്ച് ആസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള എലമെന്റ്സും എന്തിൽ വരും, സെലക്ഷന്റെ സമയത്ത് വരാറുണ്ട്. സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് സമയത്ത് വരുന്ന ചെലവുകളാണ് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, നമുക്ക് ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജോബ് വേക്കൻസിനെ കുറിച്ച് അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. ഇനി മറ്റേതെങ്കിലും ഏജൻസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫീ, ഏജൻസി ഫീ, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞില്ലേ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, അതിന് വേണ്ട മെറ്റീരിയൽസ് പ്രിന്റ് ചെയ്യണം, കാര്യങ്ങൾ. ടൈം സ്പെൻഡ് ഇൻ ഇന്റർവ്യൂ പ്രോസസ്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. കോസ്റ്റ് ഇൻകേർഡ് ഇൻ റെഫറൻസ് ചെക്ക്, നമ്മള് റെഫറൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവ് വരുന്നുണ്ട്. ആ ചെലവ്, മെഡിക്കൽ എക്സാമിനേഷൻ എക്സെട്ര. ഇത്രയും എക്സ്പെൻസ് ആരും മീറ്റ് ചെയ്യണം, എംപ്ലോയർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് റീഡ് ചെയ്തേ. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച്, ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. Okay.
ഇനി നമ്മൾ നോക്കുന്നത് പ്രിസംഷൻ ആണ്. പ്രിസംഷൻ വെച്ചാൽ കാഴ്ചപ്പാട്. ഇപ്പൊ ഞാൻ ആ ഒരു എംപ്ലോയി റൈറ്റ് എംപ്ലോയി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്റെ കാഴ്ചപ്പാട്. ചിലപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ മേ ബി ആള് പ്രോപ്പർ അല്ലെങ്കിലോ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഇന്റേണലി ഡിഫറെന്റ് ആണ്. Another barrier in selection, the right candidates is lack of availability to understand others correctly. നമുക്ക് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താന്നുള്ളത് നമുക്ക് അവൈലബിൾ, അതെന്ന് കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് റൈറ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. Selection require an individual or group to measure and compare the respective competence of others. ഒരു എംപ്ലോയിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെഷർ ചെയ്ത് അവരെ കമ്പയർ ചെയ്ത് അവരുടെ കോമ്പിറ്റൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വിത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ചൂസിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ്. എന്നാൽ മാത്രമേ നമുക്ക് ആ റൈറ്റ് കാൻഡിഡേറ്റ്സിനെ ആ ജോബിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. However, our views are much personalized in nature. നമ്മുടെ വ്യൂസ്, നമ്മുടെ ഓരോരുത്തരുടെ വ്യൂസും എങ്ങനെയാണ്, പേഴ്സണലൈസ്ഡ് നേച്ചർ ആണ്. ചിലപ്പോ എനിക്ക് ആ ഒരു ജോലി ചെയ്യാൻ ഒരാള് ആക്ട് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ആ ഒരാള് ആക്ട് ആവണമെന്ന് തോന്നുന്നില്ല. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളിൽ നിന്നാണ് അത് കറക്റ്റ് ആയിട്ട് പ്രിസെപ്ഷൻ ചെയ്യുന്നത്, കാഴ്ചപ്പാട് പറയുന്നത്. എവരി പ്രിസൈസ് ദ വേൾഡ് ഇൻ ഡിഫറെന്റ് മാനർ. എല്ലാ വ്യക്തികളും എന്ത് ചെയ്യുന്നത്, എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഡിഫറെന്റ് മാനറിലാണ്, ഡിഫറെന്റ് രീതിയിലാണ്. Our restricted presumption ability is clearly an uncertain barriers. നമ്മൾ അദ്ദേഹം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ സെലക്ട് ചെയ്തു, പക്ഷെ ആളെന്താണ്, അത് അൺസർട്ടൻ ആണ്. അയാൾ വർക്ക് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും, ഇല്ല. അത് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അദ്ദേഹം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പ് വരുത്താനായിട്ട് പറ്റുള്ളൂ. Our restricted presumptions ability is clearly an uncertain barriers to logical selection process. നമുക്ക് നല്ലൊരു ലോജിക്കൽ സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രിസംഷൻസ് എങ്ങനെയാണ്, അൺസർട്ടൻ ആണ്. നമ്മളെ ഉറപ്പില്ല, മേ ബി അദ്ദേഹം നല്ലതായിരിക്കാം അല്ലെങ്കിൽ മോശമായിരിക്കാം, നമുക്ക് പറയാൻ പറ്റാം. ഇനി ഫെയർനെസ്. നമുക്കൊരാൾ നല്ല മുമ്പേ പരിചയമുണ്ട്, സോ നമ്മൾ ആ ഒരു വ്യക്തിനെ ആയിരിക്കില്ല സെലക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിനെ എന്റെ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഞാനും ആ വ്യക്തി മുമ്പ് എപ്പോഴെങ്കിലും കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, അവർ നോൺ പേഴ്സൺ ആണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് അറിയാവുന്ന വ്യക്തിനെ എന്ത് ചെയ്യാനായിട്ട് ജോബിൽ എടുക്കാനായിട്ട്. ഫെയർനെസ് ഇൻ സെലക്ഷൻ നീഡഡ് ദാറ്റ് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ബയാസസ് അഗെയിൻസ്റ്റ് എനി ഇൻഡിവിജ്വൽ ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, റേസ്, ജെൻഡർ എക്സെട്ര. നമ്മൾ ഫെയർനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു ബയാസസോ കാണിക്കാനായിട്ട് പാടില്ല. ഒരു ഇൻഡിവിജ്വലിന്റെ റിലീജിയൻസിന്റെ ബേസിലോ റേസിന്റെ ബേസിലോ ജെൻഡറിന്റെ ബേസിലോ നമ്മൾ വേർതിരിച്ച് കാണാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ എന്റെ റിലീജിയനുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് അയാളെ സെലക്ട് ചെയ്യുന്നു, അങ്ങനെ പറയാനായിട്ട് പാടില്ല. അദ്ദേഹത്തിന്റെ കഴിവും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സെലക്ഷനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യും. However, the attempt to reduce the gap have not been very effective. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഈ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അവർ എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. നമ്മളിപ്പോ നമ്മളുടെ ഇഷ്ടത്തിനുള്ള ആളെ വെച്ചു, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളെയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം മേ ബി ആ കമ്പനിയുടെ ആ പറഞ്ഞ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലെസ് നമ്പർ ഓഫ് വുമൻസ് ആൻഡ് അതർ അൺപ്രിവിലേജ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഇൻ മിഡിൽ ആൻഡ് സീനിയർ മാനേജ്മെന്റ് പൊസിഷൻ. നിങ്ങളൊന്ന് നോക്കി എവിടെയെങ്കിലും ഇപ്പൊ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ, സെയിൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അവർക്കുള്ള മാനേജ്മെന്റുകൾ. അപ്പൊ മെയിൻ ആയിട്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ് അവിടെ ഏറ്റവും കുറവുള്ളത് ആരാന്നറിയാമോ? സ്ത്രീകളാണ്. മാർക്കറ്റിംഗിൽ അവിടെ ഏതൊരു കാര്യത്തിലും പുരുഷന്മാർ ഭയങ്കരമായിട്ട് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. വേറെ ആരും ഇല്ലല്ലോ, പുരുഷന്മാരായിട്ട് ഇല്ല. ഓക്കെ, ഭയങ്കരമായിട്ട് ആധിപത്യം ഉണ്ട്. കാരണം നമ്മൾ അവരുടെ കീഴിൽ നിൽക്കണം. ആ ഒരു പ്രശ്നം ഉണ്ട് ഈ മാനേജ്മെന്റിലും നമ്മൾ ഫേസ് ചെയ്യും. നിങ്ങൾ എന്താ പറയുക, വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കും ഈ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യും. സോ ലെസ് നമ്പർ ഓഫ് വുമൻസ് വരാനുള്ള കാരണം മെയിൻ ആയിട്ട് അതാണ്, അൺപ്രിവിലേജ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഏറ്റവും ലോവർ ലെവലിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് ആയിരിക്കും, അസിസ്റ്റന്റ് മാനേജർ ആണ്. എന്നിട്ടും എന്തോരം വർഷം കഴിഞ്ഞായിരിക്കും നമ്മളൊന്ന് സീനിയർ മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് വരാൻ നോക്കി. വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. The less number of women and an unprivileged section of the society in middle and senior management position and often the discrimination on the basis of age. അതേപോലെ ഏജിന്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. ഇൻ ജോബ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഏജ് 18 to 40. നിങ്ങൾ ജോബ് അഡ്വർടൈസ്മെന്റിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ,
അല്ലെങ്കിൽ 25 to 40 ആ ഒരു റേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേക്കൻസി അവൈലബിൾ ഫോർ പിന്നെ ഏജ് ലിമിറ്റ് കൊടുക്കാറില്ലേ? അപ്പൊ അതും എന്താണ് ഒരു ഡിസ്ക്രിമിനേഷൻ ആണ്. And open discrimination on the basis of age in job advertisement and selection process are visible examination of discrimination. Selection process-ലോ എന്തുണ്ട് ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതെല്ലാം എന്താണ്? സെലക്ഷന്റെ ബാരിയേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വാലിഡിറ്റി ആണ്. In order to forecast the job performance of the candidate, നമ്മള് ആ ഒരു ജോബ് അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസ് നമുക്ക് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹം മേ ബി നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പറയാ, മുൻകൂട്ടി അറിയാനായിട്ട് പറ്റില്ല. The validity of the test is used. നമുക്ക് ആ ടെസ്റ്റ് യൂസ് ചെയ്തനുസരിച്ച് ആ വ്യക്തി നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ചിലപ്പോൾ തിയറിറ്റിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം, അദ്ദേഹത്തിന് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കാം. A valid test can easily find the gap between the candidates who are able to perform well and who are not. അപ്പൊ those who are not. അപ്പൊ വാലിഡ് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും, ആരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. Therefore, any valid test cannot be forecast job success accurately. പക്ഷേ എല്ലാ ടെസ്റ്റുകളും നമുക്ക് ജോബ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, തിയറിറ്റിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പ്രാക്ടിക്കൽ സ്കിൽസ് കുറവായിരിക്കും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പക്ഷെ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാനുള്ള നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കാം. എനിക്ക് തിയറിറ്റിക്കൽ നോളജ് ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും അത് പറ്റും. ഇപ്പൊ PSC-യിൽ തന്നെ എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ GK മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? GK-യിലൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നവര് നല്ല മാർക്ക് സ്കോർ ചെയ്യും. പക്ഷേ പ്രാക്ടിക്കൽ സ്കില്ല്, അക്കൗണ്ട്സിലായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ സ്കിൽസ് ഉള്ള എംപ്ലോയീസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അവർ മേ ബി എന്താവും? എക്സംപ്റ്റ് ആവും, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ടത് വരും. അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും ജോബ് സക്സസ് ആക്യുറേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വാലിഡ് ടെസ്റ്റ് യൂസ് ചെയ്ത് ടെസ്റ്റ് ഒരു ചാൻസ് മാത്രമാണ്, മേ ബി സക്സസ് കൂട്ടാനുള്ള ഒരു ചാൻസ് മാത്രമാണ് എന്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബാരിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഞാൻ കൂടി പോയില്ലേ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബാരിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നുകൂടി പറയാം എന്തൊക്കെയാണ് ബാരിയേഴ്സ് എന്നുള്ളത്. ഇമ്പോർട്ടന്റ് അല്ലാത്ത ടോപ്പിക് നോക്കണ്ട കേട്ടോ. ഞാൻ പറയില്ല, അതിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക് നോക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.